അമ്പാടിക്കണ്ണൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. കാരണം കുറേ ദിവസമായി പറയുന്നു, അമ്മേ കുഞ്ഞ് നമ്മട്ടി എനിക്ക് വാങ്ങിത്തരുമെന്ന്. ഞാൻ നോക്കിയിട്ടാണെങ്കിൽ അത് കിട്ടിയതുമില്ല. ഇന്ന് രണ്ടുപേരും കൂടെ വെഞ്ഞാറമൂട്ടി പോയപ്പോൾ കുഞ്ഞ് മൺവെട്ടി കിട്ടി കേട്ടോ. അപ്പോൾ വന്ന പാടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നേരെ നമ്മട്ടി എടുത്തുകൊണ്ട് കിളയ്ക്കാൻ വേണ്ടി പോവുകയാണ്. മുറ്റത്താകെ കാടാണെന്ന് വെച്ചിട്ട് പറയരുത്. ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം മുറ്റമുണ്ട്, അതുപോലെ തന്നെ പെട്ടെന്ന് കാടും ആവും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഓണം അടുപ്പിച്ചിട്ട് എന്തായാലും ഒന്നുകൂടെ കാടൊക്കെ പറിച്ച് സെറ്റാക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും അമ്പാടിക്കണ്ണൻ അങ്ങ് പരിപാടി തുടങ്ങി. വെറുതെ ഇനി അവിടെ ഇവിടെ ഇട്ട് കുത്തി കുഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് എന്നാൽ ഐശ്വര്യമായിട്ട് ഒരു തുളസി ചെടി നട്ടിട്ട് അങ്ങ് തുടങ്ങാന്ന്. ദേ ടോമിക്കുട്ടൻ ഈ പരിവായി അവൻ്റെ കലാപരിപാടികൾ ചില്ലറൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ എല്ലാവരും ഈ വീട്ടിൽ പുതിയ ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട്. അവന് ചെരുപ്പാണ് മെയിൻ. പിന്നെ ചാർലിക്കും ഇടയ്ക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ അവൻ ഓക്കെയാണ്. അപ്പോൾ ടോമിക്കുട്ടൻ അത്യാവശ്യം നല്ല രീതിയിൽ വാങ്ങി കൂട്ടുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുവിധം ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ചെരുപ്പൊന്നും അങ്ങനെ എടുക്കുന്നില്ല. എല്ലാവരും വൈകുന്നേരം ആകുമ്പോൾ തന്നെ വാങ്ങിയ ചെരുപ്പ് എല്ലാം കൂടെ മുറിക്കകത്തൊക്കെ വെച്ചങ്ങ് പൂട്ടും കേട്ടോ. അപ്പോൾ പുത്തൻ മൺവെട്ടി കിട്ടിയ സന്തോഷത്തിൽ അമ്പാടി നല്ല അടിപൊളിയായിട്ട് അങ്ങ് കഷ്ടപ്പെടുവാണ് കേട്ടോ. അതുപോലെ തന്നെ ആശാൻ ഉടുപ്പിടാനും വലിയ പാടാണ്. ഈ കർഷകരൊന്നും ഉടുപ്പിടില്ലത്രേ. അവൻ്റെ അച്ഛന് പൊതുവേ കൃഷിയാണല്ലോ, അതുകൊണ്ട് അച്ഛൻ അങ്ങനെ ഉടുപ്പിട്ട് കണ്ടിട്ടുമില്ല. അതുകൊണ്ട് ആശാൻ്റെ ഡയലോഗ് ഇതൊക്കെയാണ്. അപ്പോൾ ചാർലിക്കുട്ടൻ തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട്. അമ്പാടിക്കണ്ണൻ ഇങ്ങനെ നടക്കുമ്പോൾ മുറ്റത്തൊക്കെ അവൻ്റെ കൂടെ എപ്പോഴും ചാർലിയും ടോമിയും കാണും കേട്ടോ. ഇവർക്ക് എത്ര കുരുത്തക്കേടാണേലും അവൻ്റെ കൂടെ നല്ല കമ്പനിയായിട്ട് അവർ രണ്ടുപേരും എപ്പോഴും ഉണ്ടാവും. അത് നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ ദേ ടോമിക്കുട്ടൻ ഒരറ്റത്തങ്ങ് ഇരിപ്പായി. ഇപ്പോൾ അവൻ ആദ്യം മുതലേ അങ്ങനെയാണ്, കുറച്ചൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ടേ നിൽക്കാറുള്ളൂ ഇവിടെ പോയാലും. അവന് പേടിയാണ്, ഇതുവരെ മാറിയിട്ടില്ല. പിന്നെ ചാർലിക്കുട്ടനാണെങ്കിൽ അങ്ങനെ ഒന്നുമല്ല, അവനിങ്ങനെ തൊട്ട് ഉരുമിയൊക്കെ എപ്പോഴും ഇങ്ങനെ നടക്കും. അപ്പോൾ എന്തായാലും ഒരു തുളസി തൈ പറിച്ച് ഞാൻ ഐശ്വര്യമായിട്ട് അമ്പാടിക്കണ്ണൻ്റെ കൈ കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ തുളസി തൈയൊക്കെ നട്ട് അതിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അവൻ നെക്സ്റ്റ് പരിപാടിക്ക് വേണ്ടിയിട്ട് ഈ മൺവെട്ടി ഇന്നിനിപ്പോൾ കുറേ നേരം ഇനി ഇതിൻ്റെ ഒരു രസം മാറുന്നത് വരെ ഇതായിട്ട് നടക്കും. പിന്നെ അവർക്കതൊരു ഇൻട്രസ്റ്റ് ആണെങ്കിൽ ചെയ്യട്ടെ, നല്ല കാര്യങ്ങളല്ലേ അല്ലേ, കുഞ്ഞു കാര്യങ്ങളൊക്കെ അവരും ചെയ്ത് പഠിക്കട്ടെ, അതല്ലേ നല്ലത്. അപ്പോൾ എന്തായാലും അവനും ഹാപ്പി, ഞാനും ഹാപ്പി. ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ.